മതിലിൽ നമ്മുടെ കുരങ്ങന്മാരെങ്ങനെയാണ്, കുരങ്ങന്മാർക്ക് പിന്നെയും കയറാൻ പാടാൻ തോന്നട്ടെ, ഈ മനുഷ്യൻ അങ്ങനെ പാടൊന്നുമില്ല. ഓ എൻ്റെ പൊന്നോ, അയ്യോ പേടിച്ചു കേട്ടോ, ഈ നെഞ്ചൊന്ന് കിടുങ്ങി കേട്ടോ. ഒരു ദൈവമേ, സ്വപ്നം നമ്മുടെയൊക്കെ ഉള്ളിൽ കിടുങ്ങുക കേട്ടോ. ശരിക്കും എനിക്ക് നല്ല ടെൻഷനുണ്ട്, പുള്ളി താഴെ വീഴുമോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ്റെ പുറത്താണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ അമ്മച്ചി, ഒരു ചുമട് കാലം കൊണ്ട് വെക്കാനൊക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേർത്തു, കാരണം ഇതിനകത്തൊക്കെ അള്ളിപ്പിടിച്ച് കയറണമെങ്കിൽ സാക്ഷാൽ കുരങ്ങിന് പോലും പറ്റത്തില്ല. അതാണ് ഒരു സംഭവം എന്ന് പറയുന്നത്. ഞാൻ എന്തിനാണ് ഇത് കാണിച്ചതെന്ന് വെച്ചാൽ, ഒരു അത്ഭുത കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ പാറയുടെ മുകളിൽ ഒരാൾ കയറാൻ പറ്റുമോ? പറ, പറ്റുമോ? പറ്റത്തില്ല എന്ന് ഏത് കണ്ണുകൂട്ടനും പറയാൻ പറ്റും. പക്ഷേ ഈ ഗ്രാമത്തിലൊരു കുരങ്ങ് മനുഷ്യനുണ്ട് എന്ന് പറഞ്ഞാൽ, രൂപമൊക്കെ മനുഷ്യൻ തന്നെയാണ്, പക്ഷേ കാണിക്കുന്ന മുഴുവൻ കുരങ്ങിൻ്റെ പ്രവൃത്തിയാണ്. ഇദ്ദേഹത്തിന് ഒരുപാട് കഴിവുണ്ട്. ഈ കഴിവെന്താണെന്ന് വെച്ചാൽ, ഏത് പാറയിലും ഏത് മരത്തിനും പുള്ളി വലിഞ്ഞു പിടിച്ച് കയറും. കുരങ്ങനാണ് പുള്ളിയുടെ ഇഷ്ട ദൈവം എന്ന് പറഞ്ഞാൽ, ഹനുമാൻ സ്വാമിയാണ് പുള്ളിയുടെ ഇഷ്ട ദൈവം. അങ്ങനെ പുള്ളി ഹനുമാനായിട്ട് ഈ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു അപൂർവ കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇദ്ദേഹത്തിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ കാര്യവും നടക്കും. ഓരോരുത്തർ ജോലിക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയൊക്കെ ഇദ്ദേഹത്തെ കാണും. അപ്പോൾ ഇദ്ദേഹം മിക്കവാറും മരത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാറയുടെ മുകളിലൊക്കെ ആയിരിക്കും പുള്ളി ഇരിക്കുന്നത്. എന്നിട്ട് താഴെ ഇറങ്ങി വന്ന് അനുഗ്രഹം കൊടുക്കും. അങ്ങനെ ഒരു വ്യത്യസ്തനായിട്ടുള്ള മങ്കിമാൻ എന്ന് പറയുന്ന ആളെ തിരക്കാണ് ഞാൻ പോകുന്നത്. മങ്കിമാനെ അന്വേഷിച്ചുള്ള യാത്ര തുടങ്ങുകയാണ്. എവിടെ കാണും, എപ്പോൾ കാണുന്ന ഒരു പിടിയില്ല. കൂടുതലും അതേ ഇരിക്കുന്ന മലമുകളിലുള്ള പാറപ്പുറത്താണ്. ചിലപ്പം ഈ മരത്തിലൊക്കെ ഇരിക്കും. അപ്പോൾ എന്തായാലും അദ്ദേഹം എവിടെ കാണുമെന്ന് അറിയത്തില്ല. ഞാൻ അദ്ദേഹം തപ്പി വന്നിരിക്കുകയാണ്. മങ്കിമാൻ, ആ ഇതായിരിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് നമ്മുടെ മങ്കിമാൻ. അവിടെ എന്നാ ചെയ്യാ? ഇങ്ങ പഴം കിടക്കും. പഴം അല്ല, ഇതാണ് പറഞ്ഞത്. ഇതാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആഹാരം. കണ്ടോ, കുരങ്ങന്മാരെങ്ങനെയാണോ തിന്നുന്നത്, പോയി ഉരുണ്ടുണ്ട് പോവാണ്. ഇത് പഴം കടിച്ചൊരു തിന്നുവാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആഹാരമൊക്കെ ഇതാണ്, പഴങ്ങൾ, ഇലകൾ, ഇതൊക്കെയാണ് പുള്ളി കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം പൂർണ്ണ സമയം ഈ മരത്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. നന്നായിട്ട് ആയിക്കുന്നുണ്ട് കേട്ടോ, നല്ല കട്ട വെയിലാണ്. അപ്പോൾ ഇതേ അതിൻ്റെ പുറത്ത് തന്നെയാണ് നല്ല സൂര്യൻ നല്ല കത്തി ജ്വലിച്ചിരിക്കുകയാണ്. അതൊന്നും വക വയ്ക്കാതെ നമ്മുടെ മങ്കിമാൻ അതിൻ്റെ പുറത്തുനിന്ന് പഴം കഴിക്കുകയാണ്. രണ്ടുപേരും നായ്പ് മാറട്ടെ. മങ്കിമാൻ എന്നാ സാപ്പിടുക? പഴം, ഫ്രൂട്ട്സാ? ഫ്രൂട്ട്സ് ഇല ഇത് നല്ല സ്ട്രോങ് ആണ്. ഉണ്ട്, പുള്ളിക്ക് പറയുന്നത് നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഇദ്ദേഹം വല്ലപ്പോഴും മാത്രമേ പുറത്തിറങ്ങി വരത്തുള്ളൂ. താഴെ ഇറങ്ങി വരുമോ? നിലത്ത് വരുമോ? കീഴെ വരുമോ? ഞാനെന്തായാലും മങ്കിമാനെ നമ്മുടെ നിലത്തേക്ക് ഇറക്കാൻ പോവുകയാണ്. ശരിക്കും പറയും ഫുൾ ടൈം ഇദ്ദേഹം ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്. ഊണും ഉറക്കമല്ല, മരത്തിൻ്റെ പുറത്തും പാറപ്പുറത്തൊക്കെയാണ് ഇരിക്കുന്നത്. വാമാ മങ്കിമാൻ, നിങ്ങളെ പാത്രയിൽ പെരുത്ത സന്തോഷം. നിങ്ങളെ തിരക്കി കേരളത്തിൽ വരുമോ? കേരളത്തില് കേരളത്തിൽ അവിടെ വന്ന് തൃശ്ശൂർക്ക് എല്ലാം വരും. എല്ലാം തിരിയോ? മലയാളം തിരിയോ മങ്കിമാൻ? കുറച്ച് പറയാം. ഉങ്ങളുടെ ശരിക്കുള്ള പേരെന്താ? നിങ്ങ കേരള നാട്ടു പേര് മകര ജ്യോതിരാജ്. മകര ജ്യോതിരാജ്. இந்த കർണാടകയിലെ പേരെന്താ? മങ്കിമാൻ. ഈ മങ്കി കുരങ്ങ് മനുഷ്യൻ വിളിച്ചത്? ഇല്ല, എനിക്ക് ജയ് ആഞ്ജനേയ. വിഷമമൊന്നുമില്ല, സങ്കടമൊന്നുമില്ല, ഇഷ്ടമാണ് ആ പേര്. ரொம்ப കഷ്ടപ്പെട്ട് വാങ്ങുന്ന പേരാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് കുരങ്ങ് മനുഷ്യ എന്ന് വിളിക്കുന്നത്, നമ്മൾ ചിലമാരെ വിളിക്കുന്നത് പൊടാ കുരങ്ങാന്ന് വിളിക്കത്തില്ലേ, അതൊന്നും പുള്ളിക്ക് പ്രശ്നമില്ല. പുള്ളിയെ കുരങ്ങ് മനുഷ്യ എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. അപ്പം നിലത്ത് വാ, അങ്ങ് വാ. അപ്പോൾ എന്തായാലും പുള്ളി താഴോട്ട് ഇറക്കാം കേട്ടോ. ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടെന്നുള്ളതാണ്. പഴങ്ങളും ഇതൊരു ഇലകളൊക്കെ കഴിച്ചിട്ടാണ് പുള്ളി ജീവിക്കുന്നത്. അപ്പോൾ ഇതിന് പുള്ളി ശക്തി കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പാറകളിൽ കയറാനുള്ള വലിയ ശക്തി കിട്ടുമെന്ന് പുള്ളി പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഒന്ന് മേടിക്കട്ടെ. ആഞ്ജനേയാ ഓക്കെ. ഇതാണ് മങ്കിമാൻ. അപ്പോൾ ഇദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. മങ്കിമാൻ എവിടെ കേരളത്തിലെ? നമ്മളെ കേരള തിരുവനന്തപുരം. ഓക്കെ. നിങ്ങൾക്ക് இந்த மாதிரி കഴിവ് എത്രാമത്തെ വയസ്സിൽ കിടച്ചു? 2006. എനിക്ക് 18 വയസ്സ്. 18 വയസ്സായപ്പോഴും ഹനുമാന്റെ ശക്തി ഉണ്ട്, ആഞ്ജന ശക്തി ഉണ്ടല്ലേ, പെരിയ ശക്തി ഉണ്ടോ, നല്ല കടാകടിക്കുന്ന മനുഷ്യനാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, இந்த மாதிரி റോക്കിലൊക്കെ എടുക്കും പേടിയില്ല, ഭയമില്ലേ? ഇല്ല, ഞാൻ തപ്പ് പണില്ല, ഭയപ്പെടുறதுக்கு. ഓക്കെ. ഉங்கள் ഫാമിലിയൊക്കെ? ഫാമിലി എല്ലാം തമിഴ്നാട്ടിലുണ്ട്. ഞാൻ ചിന്ന വയസ്സിൽ മിസ്സായി ഇങ്ങ വന്ന് ഇപ്പം എല്ലാം இந்த ഗ്രാമക്കാർ ഉങ്ങളുടെ ഫ്രണ്ട്, ബ്രദർ, സിസ്റ്റർ എല്ലാം എന്ത് തന്നെ? എന്നോട് കർണാടക. അപ്പം ഞാൻ എന്തായാലും നമ്മുടെ ഈ മങ്കിമാൻ ഒരു വെല്ലുവിളി ഏൽപ്പിക്കാൻ പോവുകയാണ്. இந்த റോക്കി കയറാൻ പറ്റുമോ? ഇത് റോക്ക് ഇത് പെരുസാ, ഇത് ചിന്നതാണോ? അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഇത്രയും വലിയ ആകാശം മുട്ട നിൽക്കുന്ന ഈ പാറ
ചെറുതാണെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് റിസ്ക് എടുക്കാൻ പോവാണ്. ഈ മങ്കിമാനെ കൊണ്ട് ഇതിനകത്ത് കയറാൻ പറ്റൂലേ നോക്കാം. മങ്കിമാൻ, നമ്മൾക്ക് വേണ്ടി ഈ പാറപ്പുറത്ത് നിന്ന് കയറാൻ പറ്റും കാണിക്കാൻ വേണ്ടി. നിങ്ങൾ ഇതിനകത്താണ് ഇരിക്കുന്നതല്ല അറിയാം. നിങ്ങൾ ഫുൾ ടൈം റോക്കിന്റെ പുറത്തും മരത്തിന്റെ പുറത്തും ഇരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് കയറാൻ പറ്റുമോ? കേരള നാട്ടുകാക ഇത് ഒരു ചിന്നറാക്ക് 5 നിമിഷം ടൈം കൊടുക്കണം 1000. ശരി, അപ്പോൾ നമുക്ക് എന്തായാലും മങ്കിമാൻ എങ്ങനെയാണ് കയറുന്നത്. കൈയൊക്കെ ഭയങ്കര ശക്തി കേട്ടോ, നമ്മുടെ സാധാരണ മനുഷ്യന്മാരുടെ ശക്തിയൊന്നുമല്ല, അത്രയും നല്ല പവറാണ് കൈക്കൊക്കെ. ഇങ്ങനെ പിടിച്ച് കയറും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാട്ടോ ഇത്. സത്യം പറഞ്ഞാൽ ഉയരമുള്ള സാധനത്തിൽ കയറുന്നത് ചാടുന്നത് ഭയങ്കര പേടിയാണ്. പക്ഷേ ഇത് മനുഷ്യനല്ലെന്ന് വേണമെങ്കിൽ പറയാമല്ലേ, ഇത് കുരങ്ങ് തന്നെയാണ്. കുരങ്ങൻ്റെ പ്രവൃത്തിയും കുരങ്ങുമായിട്ട് ജീവിക്കുന്ന ഇദ്ദേഹത്തെ നമ്മൾ എന്തോ പറയുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹം റെഡിയായിട്ട് നിൽക്കുവാണ്. ഇപ്പൊ ഇത് എന്നോട് പിടി ഇത് ഗ്രിപ്പ്. ഇതാണ് ഗ്രിപ്പ് അല്ലേ? ഇത് ഈ സാധനമാണ് ഗ്രിപ്പ് എന്ന് ഇവരുടെ ഭാഷ പറഞ്ഞ് കുരങ്ങന്മാർക്കുള്ള ഗ്രിപ്പ് വേണമല്ലോ. ഈ ഗ്രിപ്പ് ഇതാണ്. റെഡി. ഗ്രിപ്പ് പിടിച്ച് ഇതാ കയറുന്നത്. അതാണ് സംഭവം. കയറുന്നത് കയറ്റം കണ്ട വലിഞ്ഞു പിടിച്ചാണ് പുള്ളി കയറുന്നത് കേട്ടോ. അയ്യോ എൻ്റെ അമ്മച്ചി, നമ്മൾ മരത്തിലെ കയറത്തില്ലയോ അതുപോലെയാണ് അദ്ദേഹം വലിഞ്ഞു പിടിച്ച് കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഹൈറ്റ് ചെന്നിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മളൊക്കെ നിസ്സാരമായിട്ട് അദ്ദേഹം നമ്മളെയൊക്കെ തോപ്പിച്ചിട്ട് ഏറ്റവും മുകളിലേക്ക് ചെന്ന്. ഇത്രയേ ഉള്ളൂ സംഭവം. പുള്ളിയുടെ മുമ്പിൽ അതേ പോകുന്നു. കുരങ്ങ് വന്ന് പോക്ക് കണ്ട നിങ്ങൾ നോക്കത്. ശരിക്കും പറഞ്ഞാൽ കുരങ്ങന്മാർ എങ്ങനെ നടക്കുന്നത് അതുപോലെയാണ് പുള്ളി നടക്കുന്നത്. മങ്കിയമ്മാൻ, പ്രശ്നമൊന്നും ഇല്ലേ? ഭയമില്ലേ? ഒന്നുമില്ല, പേടിയില്ല. പുള്ളി അങ്ങനെ പോവുകയാണ്. വളരെ കൂളായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതേ ഇനി അതിലേക്ക് ചാടി കയറി പോവുകയാണ്. കണ്ട കയറുന്ന കയറ്റം കണ്ട. അപ്പോൾ പോക്ക് കണ്ടോ? നിങ്ങൾ എന്നെയല്ല നോക്കേണ്ടത്, നിങ്ങൾ നോക്കേണ്ടത് ആ മനുഷ്യൻ കണ്ടോ. അപ്പോൾ പോക്കണ്ടോ, അള്ളി പിടിച്ച് പോകുന്ന പോക്കണ്ടോ. ഒരു ഇത് ദൈവമേ, സ്വപ്നം നമ്മുടെയൊക്കെ ഉള്ളിൽ കിടുങ്ങുക കേട്ടോ. ശരിക്കും എനിക്ക് നല്ല ടെൻഷനുണ്ട്. പുള്ളി താഴെ വീഴുമോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ്റെ പുറത്താണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ പുള്ളിക്ക് യാതൊരു പ്രശ്നമില്ല. അത്രയും ഹൈറ്റിലേക്ക് പുള്ളി വളരെ കൂളായിട്ടാണ് അള്ളി പിടിച്ച് കയറുന്നത്. ഇപ്പോൾ ആ പോകുന്ന കൂട്ടത്തിന് പുള്ളി ഭയങ്കരമായിട്ട് തമാശയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നല്ല ഹൈറ്റിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് ദൈവമേ, നമ്മുടെ തലയ്ക്കാണ് കയറി പുള്ളി വീഴുമോ. ഇവർക്കൊന്നും ഒരു പുതുമയുള്ള കാഴ്ചയല്ല കേട്ടോ. എന്നും ഇവർ കാണുന്ന കാഴ്ചയായതുകൊണ്ടേ അവർക്ക് പുതുമയല്ല. നമുക്കിത് ആദ്യത്തെ സംഭവമല്ലേ. ഒരു മനുഷ്യ ഒരു സുരക്ഷിതത്വം ഇല്ലാതെ, ഒരു കയറ് പോലും ഇല്ലാതെ കയറണം കണ്ടോ. ശരിക്കും എൻ്റെ കണ്ണ് നന്നായിട്ട് പുള്ളിക്കുന്നുണ്ട് കേട്ടോ. അത്ര ഹൈറ്റിലേക്ക് പുള്ളി കയറി കഴിഞ്ഞാണ്ടാ. നല്ല ഹൈറ്റിലേക്ക് പുള്ളി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ട് വ്യക്തമായിട്ട്. ഒരു സുരക്ഷിതത്വം പോലും ഇല്ല. പുള്ളി ഏകദേശം അറ്റത്തെത്താറായി. കുരങ്ങ മനുഷ്യൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. മങ്കിയമ്മാൻ, ആർ യു ഓക്കെ? കണ്ടോ, ഓക്കെ എന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ല. പുള്ളിക്ക് അതൊന്നും വിഷയമില്ല. അത്ര ഉയരത്തിലേക്ക് പുള്ളി അവിടെ അല്ല പുള്ളി നോക്കുന്നുണ്ട്. ഇത്രയും ഹൈറ്റിലേക്ക് പോകുന്നുണ്ടോ നോക്കുന്നുണ്ട് കേട്ടോ. അത്ര ഹൈറ്റ് എത്തി. എൻ്റെ കണ്ണ് നന്നായിട്ട് പൊളിക്കുന്നുണ്ട്. സൂര്യൻ്റെ രശ്മികളേറ്റ് എൻ്റെ കണ്ണുകൾ ഇതാ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനൊരു വിഷയമില്ല. അത് ഏകദേശം അങ്ങ് അറ്റത്തെത്താറായി. ഇനി ഒരു ജസ്റ്റ് ഉണ്ടോ. ഗ്രിപ്പ് ഭയങ്കര കേട്ടോ. ഇതെങ്ങനെ എനിക്ക് പേടിയാവുന്നു കേട്ടോ. ദൈവമേ, തലയ്ക്കെല്ലാം വീഴുമോ. എനിക്ക് നന്നായിട്ട് പേടിയാവുന്നുണ്ട്. എന്നാലും പുള്ളിക്ക് യാതൊരു പേടിയില്ല. അയ്യോ, ഒന്ന് വരുത്തല്ലെന്ന് പ്രാർത്ഥിക്കുമോ. ഓക്കെ, അത്ര ഹൈറ്റിലേക്കാണ് കയറി കഴിഞ്ഞത്. നിങ്ങൾ കാണുന്നുണ്ടോ? ഉണ്ടോ? അയ്യോ നോക്ക്, ഒരു മനുഷ്യൻ കയറ്റം കണ്ടോ. അതൊരു മനുഷ്യജീവിയാണ്, യന്ത്രോ റോബോട്ടോ ഒന്നുമല്ല. പച്ച മനുഷ്യൻ, ആഹാരം നമ്മളെപ്പോലെ ആഹാരം കഴിക്കുന്ന മനുഷ്യനാണ് ആ കയറിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ദൈവമേ, അദ്ദേഹത്തിനൊന്നും പറ്റില്ല എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. കണ്ടോ, ആ ചെറിയ കയ്യും കാലും വെച്ച് മനുഷ്യൻ കയറ്റം കണ്ടോ. അത്രയും ഹൈറ്റിലേക്കാണ് പുള്ളി കയറിയിരിക്കുന്നത്. ഞെട്ടിപ്പോകുന്ന കാഴ്ചയല്ലേ. നമ്മുടെയൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത്, കൈയും കാലും നമുക്കാണ് വിറയ്ക്കുന്നത്. പുള്ളിക്ക് ഒന്നും വിഷയമല്ല. ഫാന്റാസ്റ്റിക്. മങ്കിമാൻ കീ, ഹനുമാൻ കീ. ജയ് പുള്ളി അത്രയും ഹൈറ്റ് കയറിയിട്ട് അദ്ദേഹം ജയ് വിളിക്കുകയാണ്. അപ്പോൾ ഇനി അദ്ദേഹം അതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ പോവുകയാണ് മങ്കിമാൻ. അത്ര ഹൈറ്റിൽ നിന്നാണ് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിത്യ തൊഴിൽ അഭ്യാസം എന്ന് പറയുന്ന പോലെ നമുക്കിത് കാണുമ്പോൾ വലിയ പുതുമയായിരിക്കും. പക്ഷേ അദ്ദേഹത്തിന് അതൊന്നും വിഷയമല്ല. ഇനി അപ്പുറ സൈഡിലേക്ക് പോയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ കാണുന്നില്ല, പാറയുടെ അപ്പുറ സൈഡിലേക്ക് പോയി ഏത് വഴി അങ്ങോട്ട്. അപ്പോൾ അദ്ദേഹം അതേ ഇതിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇനി ശരിക്കും പറഞ്ഞാൽ ഇനിയാണ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വിശ്വരൂപം കാണാൻ പോകുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭക്തർക്കെല്ലാം ദർശനം കൊടുക്കാൻ പോകുന്ന സമയമാണ്. ഇനിയിപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ജനലക്ഷങ്ങൾ ഇങ്ങനെ തടിച്ചു കൂടും. മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഇനി അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരെ കാണാൻ വേണ്ടി പോവുകയാണ്. ഈ സമയത്താണ് അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഒക്കെ കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആൾക്കാരുണ്ടോ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആൾക്കാരൊക്കെ തൊഴുകയാണ് അദ്ദേഹത്തെ. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലും തൊട്ട് കഴിഞ്ഞാൽ ഇവരുടെ കാര്യങ്ങളൊക്കെ നടക്കും, പ്രശ്നങ്ങളൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഇതെല്ലാം അദ്ദേഹത്തെ കാണാൻ വേണ്ടി നിൽക്കുന്നത്. ഭയങ്കര കൂട്ടം തന്നെ ആയിട്ടോ. ഇപ്പോൾ ഈ ചുരുങ്ങിയ സമയം തന്നെ ആൾക്കാർ വന്ന് ഇദ്ദേഹം തൊടുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഹനുമാന്റെ ഒരു പ്രതിരൂപം എന്ന രീതിയിലാണ് ഈ ഗ്രാമക്കാർ ഫുള്ള് കാണുന്നത്. ഹനുമാൻ സ്വാമിക്ക് ജയ്, ബജരംഗ ബലിക്ക്
അതുകൊണ്ട് അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഇഷ്ട ദൈവത്തെ ഭയങ്കരമായിട്ട് രീതിയിലാണ് ആരാധിക്കുന്നത്. കണ്ടില്ലേ, നമ്മുടെ കേരളത്തിനൊട്ടുന്നില്ല, ഭയങ്കര കറത്തീർന്ന തീവ്ര വിശ്വാസമാണ് ഇവർക്കെല്ലാം. ഇവരെല്ലാം ഒരു കാഴ്ച കാണാൻ വേണ്ടി ഇരിക്കുവാണ് ഫുൾ ആൾക്കാർ. അപ്പോൾ ഒരുപാട് ദൂരത്തുനിന്ന് ഒരുപാട് സ്ഥലത്തു നിന്നാണ് ഈ ഒരു ഇഷ്ട ദൈവത്തെ കാണാൻ വേണ്ടി ഇങ്ങനെ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്ഭുതമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നതൊന്നും യാതൊരു കാര്യമില്ല. ഇതെല്ലാം ഇതിനപ്പുറം നടക്കുക. ഈ കുഞ്ഞു പിള്ളേരൊക്കെ അവരൊക്കെ ആരാധകരാണ്. ഇത് ഇഷ്ടദൈവത്തിന് ആരാധകരാണ് ഈ കുഞ്ഞു പിള്ളേരൊക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് വന്നുകൊണ്ടിരിക്കുവാണ്. ഇവരൊക്കെ അതിരാവിലെ തന്നെ ഇങ്ങോട്ട് വന്നിരിക്കുവാണ്. ഇതേ നൂറുകണക്കിന് കണ്ണുകൾ ഇപ്പോൾ ഒറ്റ രൂപത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ ജ്യോതിരാജ് എന്ന് പറയുന്ന ഹനുമാൻ സ്വാമിയാണ് അവരിപ്പോൾ കാണുന്നത്. എന്താ കയറ്റം കണ്ടോ, വളരെ സ്പീഡിലാണ് അദ്ദേഹം കയറുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കല്ലുകൊണ്ട് കെട്ടിയേക്കുന്ന ഒരു വൻ മതിലാണിത്. ആ മതിലിൽ നമ്മുടെ കുരങ്ങന്മാരെങ്ങനെയാണ്, കുരങ്ങന്മാർക്ക് പിന്നെയും കയറാൻ പാടാൻ തോന്നട്ടെ. ഈ മനുഷ്യൻ അങ്ങനെ പാടൊന്നുമില്ല. ഓ എൻ്റെ പൊന്നോ, അയ്യോ പേടിച്ചു കേട്ടോ. ഈ നെഞ്ചൊന്ന് കിടുങ്ങി കേട്ടോ, നെഞ്ചൊന്ന് കിടുങ്ങി കേട്ടോ, എൻ്റെ നെഞ്ച് കിടുങ്ങി കേട്ടോ. ഒരൊറ്റ ആട്ടമായിരുന്നില്ലേ. കുരങ്ങന്മാരൊക്കെ ശരിക്കും പറഞ്ഞാൽ തറ വീണ പൊടിയാ കേട്ടോ. ഒരു സംഭവം പോലും കിട്ടത്തില്ല. നടുവൊടിഞ്ഞ് ആ സെക്കൻഡ് തീരും. ഇത് കയറി പോക്കുണ്ടോ മങ്കിമാൻ ടീക്കേ. അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റും കേട്ടോ. ആൾക്കാർ ഓടുകയാണ്, ഒരാൾ പോലും നിൽക്കുന്നില്ല, എല്ലാം വലിഞ്ഞു പിടിച്ച് ഓടുകയാണ്. അദ്ദേഹം ഇറങ്ങുന്നതും ചാടുന്നതും ഒക്കെ കാണാൻ വേണ്ടിയാണ് ആൾക്കാർ നിൽക്കുന്നത്. അതുകൊണ്ട് ഇറങ്ങി പറഞ്ഞു തീരുമ്പോൾ തന്നെ പുള്ളി ഇറങ്ങി കേട്ടോ. നിമിഷ നേരം കൊണ്ടാണ് പുള്ളി കയറുന്നത് ഇറങ്ങുന്നതൊക്കെ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം ഇത്രയും വലിയ തടി വെച്ച് എങ്ങനെ പുള്ളി കയറുന്നതാണ് എന്നെ അത്ഭുതപ്പെടുന്നത്. മെലിഞ്ഞ മനുഷ്യന്മാർക്ക് പോലും കയറാൻ വലിയ പാടാണ്. വയറൊക്കെ നല്ല വയറിനാണ്. ആ വയറും വെച്ച് പുള്ളി കയറുന്ന സമ്മതിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ. ഹനുമാൻ സ്വാമിയെ കാണാനുള്ള തിരക്കുണ്ട് നിങ്ങൾ. സാധാരണ ക്ഷേത്രങ്ങളിൽ മാത്രമേ ഇത്ര തിരക്കുള്ളൂ. പക്ഷെ ഇവിടെ സ്ത്രീകളും മുഴുവൻ അവരുടെ ഇഷ്ട ദൈവത്തെ കാണാൻ വേണ്ടി ഇടിയാണ് കേട്ടോ, കൂട്ട ഇടിയാണ്. അല്ല കൂടുതൽ സ്ത്രീകളാണ് വരുന്നത് കേട്ടോ ഈ ഹനുമാൻ സ്വാമിയെ കാണാൻ വേണ്ടി. ഹനുമാൻ സ്വാമിയുടെ അതേ ഫിഗറൊക്കെ പുള്ളിക്കുണ്ട്. അത്യാവശ്യം നല്ല വയറുണ്ട്, അത്യാവശ്യം മുഖത്തിൻ്റെ ഷേപ്പൊക്കെ ഹനുമാൻ സ്വാമിയുടെ അതേ ഫിഗറാണ്. അപ്പോൾ സ്ത്രീകളെല്ലാം കൂട്ട മത്സരമാണ് അദ്ദേഹത്തിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇതെല്ലാം സ്ത്രീകളുടെ ബഹളമാണിത്. ഓക്കെ മങ്കിമാൻ உங்களுக்கு பெரிய மனுஷன் അസിൽ ഹനുമാൻ താൻ. ഹനുമാൻ ഇല്ല, നാം സ്പീക്ക് മങ്കി. സ്പീക്ക് മങ്കിയുടെ സംസാരിക്കൂ. ഇല്ല നാനും മങ്കിയാണ്. അദ്ദേഹം മങ്കിയാണെന്നാ പറയുന്നത്. അപ്പം മനുഷ്യനല്ല, മനുഷ്യനല്ലേ? ഇല്ല, സ്പീക്ക് മങ്കി. അദ്ദേഹം പറയുന്നത് ഞാൻ ഒരിക്കലും മനുഷ്യനല്ല, മങ്കിയായിട്ട് തന്നെ ജീവിക്കുകയാണ്. മങ്കിയായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നു, മങ്കിയായിട്ട് ഇല തിന്നുന്നു, മങ്കിയായിട്ട് മരത്തിൽ കയറുന്നു, അങ്ങനെ ജീവിക്കുകയാണ്. എന്തായാലും ഇനി നല്ല ഹെൽത്തായിട്ട് ജീവിക്കൂ. ഞങ്ങൾ ഇനി വീണ്ടും വരും. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ മങ്കിമാൻ്റെ വിശേഷം എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. കിട്ടില്ല എപ്പിസോഡായിരുന്നു അല്ലേ? ഞെട്ടിപ്പോയി. ചില സമയത്തൊക്കെ എനിക്ക് ഇങ്ങനെ രോമം പൊങ്ങി, ഇദ്ദേഹം തറ വീഴുമോ എന്നുള്ള പേടിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇദ്ദേഹം ഒരു സംഭവം തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ നിത്യ തൊഴിലാണ്. ഇദ്ദേഹമാണ് ഈ ഗ്രാമത്തിലെ മങ്കിമാൻ. അതുകൊണ്ട് ഈ മങ്കിമാൻ്റെ വിശേഷം എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു കിടുകിടുക്കൻ എപ്പിസോഡ് വീണ്ടും ഞാനെത്തും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും